കലോത്സവം 4-ാം നാളിൽ തീർക്കുമ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നമുക്കൊരു അതിഥിയുണ്ട്. നമ്മുടെ വീട്ടുകാരി തന്നെയായ, അതായത് TCVയുടെ കുടുംബം, തൃശ്ശൂർ ജില്ലയുടെ കുടുംബാംഗം കൂടിയായ ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു ടീച്ചറാണ്. ടീച്ചറെ ഹൃദയപൂർവ്വം TCV സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ടീച്ചർക്ക് കലോത്സവത്തെക്കുറിച്ച് പലരോടും നമ്മൾ ചോദിക്കാറുണ്ട്, കലോത്സവത്തിൻ്റെ അനുഭവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ടീച്ചർക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം കലോത്സവങ്ങളിലൂടെ ഇപ്പോഴും കലയെയും എഴുത്തിനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഉന്നത സ്ഥാനത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. എന്നിരുന്നാൽ പോലും എഴുത്തും കലയും വിട്ടുള്ള കളിയില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി കഥകളി അവതരിപ്പിച്ചു. നളചരിതത്തിലെ ദമയന്തി എന്ന വേഷമായിരുന്നു. ഒപ്പം തന്നെ ടീച്ചർ ഇവിടെ എത്തുമ്പോൾ അറിയാമായിരുന്നു കഥകളി വേദിയിൽ ടീച്ചർ പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ടീച്ചർ കഥകളി വേദിയിൽ പറഞ്ഞതുപോലെ തന്നെ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ടീച്ചർ ഇരുന്ന് കഥകളി ആ വേദിയിലിരുന്ന് ആസ്വദിക്കുകയാണ്. ടീച്ചറെ സംബന്ധിച്ചിട്ട് ഗൃഹാതുരമായ ഒരു ഓർമ്മകളിലേക്ക് ഒരു മടങ്ങിപ്പോകുക അല്ലേ? തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരുപാട് ആത്മബന്ധങ്ങൾ, സൗഹൃദങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് യുവജനോത്സവ വേദികളാണ്. അവിടെ നിന്ന് ഞങ്ങൾ വളരെ സങ്കുചിതമായ മത്സരബുദ്ധിയേക്കാൾ ആരോഗ്യകരമായ സൗഹൃദവും സ്നേഹവും പങ്കിട്ടിരുന്ന വേദികളാണ് അതൊക്കെ. പണ്ട് ജില്ലാതലത്തിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾ ഒന്നിച്ചാണ് ഒരു ബസ്സിൽ സംസ്ഥാന കലോത്സവത്തിന് പോവുക. അതുപോലെ അവിടെ ചെന്ന് സ്കൂളുകളിലൊക്കെയാണ് താമസിക്കുക. പരിമിതമായ സൗകര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹൃദയ ഐക്യം, അത് പിന്നെ ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നാണ്. പിന്നെ കലയും സാഹിത്യവും ഒക്കെ മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കാനുള്ള ഉപകരണങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിനും വ്യക്തിപരമായ അച്ചടക്കത്തിലേക്കുമൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒന്നായിട്ടാണ് കലയെ ഞാൻ കാണുന്നത്. അതിനപ്പുറം വിട്ടിട്ട് ടീച്ചർ കഴിഞ്ഞ ദിവസം തന്നെ പറയുകയുണ്ടായി ഈ മത്സരമായി മാറുന്നതിനെ കുറിച്ച്. അതെ, മത്സരം അതിനേക്കാൾ കൂടുതൽ നമ്മുടെ കല ഏറ്റവും പെർഫെക്റ്റായിട്ട് ഏറ്റവും മികച്ച നിലയിൽ അവതരിപ്പിക്കുക എന്നുള്ളതിലായിരിക്കണം നമുക്ക് ശ്രദ്ധ. എൻ്റെ കഥകളിയാശാൻ രാഘവനാശാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. അതായത് നമുക്ക് ഒന്നാമതെത്തണം എന്നുള്ളതിനേക്കാൾ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും വെടുപ്പും വൃത്തിയായും നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് ജഡ്ജ്മെൻ്റൊന്നും നമുക്ക് ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ടുള്ള അവതരണം കൊണ്ട് ഒരു കുട്ടിയുടെ കലാവാസന പൂർണ്ണമായിട്ടും അളക്കാൻ സാധിക്കില്ല. അത് വളരെ സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും വേവലാതിപ്പെടാനില്ല. നമുക്ക് കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു കാലത്ത് ടീച്ചർ സജീവമായിരുന്നു. ആ ഒരു കാലവും ഇപ്പോഴും നോക്കുമ്പോൾ എന്ത് മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഇത്രമേൽ ആഡംബര കാപട്യങ്ങളൊന്നുമില്ല. കുറേ കൂടി ലളിതമാണ്. ഇത്രയധികം വേദികളും ഒന്നും അന്നില്ല. ഇത്രയധികം ഐറ്റംസും ഇല്ല. ഇപ്പം നമ്മുടെ ഗോത്രവർഗ കലകൾ കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ തനത് കലാരൂപങ്ങൾ അന്യം നിന്ന് പോകാതെ നിലനിർത്തി കൊണ്ടുപോകാനാണ് ഈ കലോത്സവങ്ങൾ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നൊക്കെ സമൂഹത്തിൽ സജീവമായി ചലനാത്മകമായി നിൽക്കുന്ന തരത്തിലുള്ള കലകൾ നിലനിന്ന് പോകുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഉദ്ദേശമായി മാറേണ്ടതാണ്. ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത് കഥകളി അല്ലാതെ? ഞാൻ ആദ്യം നൃത്ത ഇനങ്ങളിലാണ് പങ്കെടുത്തിരുന്നത്. 9ലും 10ലുമാണ് കഥകളിയിൽ പങ്കെടുത്തിരുന്നത്. അതോടൊപ്പം രചനാ മത്സരങ്ങളിൽ കവിതാരചന, കഥാരചന, അതിനൊക്കെ തന്നെ 3 വർഷം 8, 9, 10 ക്ലാസ്സുകളിൽ പങ്കെടുത്തു. ഇപ്പോൾ കഥകളി കാണാൻ പോയത് നമ്മൾ കണ്ടു. അതല്ലാതെ മറ്റേത് വേദികളിലൊക്കെയാണ് ടീച്ചർ മത്സരങ്ങൾ കാണാനായിട്ട് പോയത് ഇപ്രാവശ്യം? ഞാൻ ചില മത്സരങ്ങളൊക്കെ കണ്ടു. തിരുവാതിരക്കളി കണ്ടു. മലയാള നാടകം കാണണമെന്ന ആഗ്രഹമുണ്ട്. പല വേദികളിലും പോകാൻ സാധിച്ചു. പക്ഷെ ഒരുപാട് നേരമൊന്നും ഇരുന്ന് കാണാൻ കഴിഞ്ഞില്ല. വളരെ ഗൗരവമുള്ളൊരു കാര്യം ചോദിക്കാം. ടീച്ചർ ചെറുപ്പകാലത്ത് എഴുത്തിലുണ്ടായിരുന്നു, നൃത്തത്തിലുണ്ടായിരുന്നു. ആ എഴുത്ത് ഇപ്പോഴും മുറുകെ പിടിക്കുന്നുണ്ട്. ഈ മന്ത്രി പദവി എന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിനിടയിലും എഴുത്ത് മുറുകെ പിടിക്കുന്നു. ടീച്ചറുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളൊക്കെ കാണുന്നവർക്കറിയാം, ടീച്ചറെ കവിതയെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്, ടീച്ചർ എഴുതുന്നുണ്ട്, മറ്റ് കവിതകൾ ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചർ ആ നൃത്തമുണ്ട്. ഒരു മന്ത്രി പദവി ആയിരിക്കുമ്പോൾ അതിനിടയിൽ നൃത്തം പഠിക്കാൻ പോവുക, വീണ്ടും കഥകളി വേഷത്തിൽ അരങ്ങിലെത്തുക, ആരും അങ്ങനെ ചിന്തിക്കുകയൊന്നുമില്ല. പക്ഷേ ടീച്ചർ അത് പ്രാവർത്തികമാക്കി.
പലരും പല വേദികളിലും പല ഇനങ്ങളിൽ ഇപ്പോൾ കലാപ്രതിഭ കലാതിലകമില്ല, വലിയ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്, എഴുത്തിലുണ്ട്, നൃത്തത്തിലൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്നൊക്കെ മാറി പിന്നെ കുടുംബജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അത് മൊത്തം പാടെ ഇല്ലാതാക്കുകയാണ്. പിന്നീട് പണ്ടെപ്പോഴോ മക്കളോട് പറയുമ്പോൾ ഒരു ഗൃഹാതുരമായ ഓർമ്മ പോലെ അമ്മ പണ്ട് ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ടീച്ചർ അഭിപ്രായം എന്താ? അത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ സർഗാത്മകത മാത്രമല്ല, എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്കും വിഘാതമായിട്ട് നിൽക്കുന്ന ഒട്ടേറെ വിലക്കുകളും വിലങ്ങുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എഴുത്തും വായനയും അതുപോലെ കലാപ്രവർത്തനങ്ങളും ഒക്കെ പരിമിതപ്പെടുന്ന നിലയാണ് മിക്കവാറും സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം. അതിന് നല്ല നിലയിൽ മാറ്റമുണ്ടാക്കാൻ ഈ അടുത്ത കാലത്ത് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കുടുംബശ്രീയൊക്കെ അതിന് ഉദാഹരണമാണ്. കൗമാരകാലത്ത് കലാസാഹിത്യ വേദികളിലൊക്കെ സജീവമായിരുന്ന ആളുകൾ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി അതെല്ലാം അവസാനിപ്പിച്ച് വളരെ വിങ്ങലോടെ പിന്നെ പോകേണ്ടി വരുന്നു എന്നുള്ള ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വളരെ മിടുക്കികളായിട്ട് ആത്മവിശ്വാസത്തോടെ നമ്മുടെ പെൺകുട്ടികൾ, സ്ത്രീകൾ ഒക്കെ തന്നെ തങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ ആവിഷ്കരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. ഇപ്പോൾ 64ാമത് കലോത്സവം നമ്മുടെ തൃശ്ശൂർ നടക്കുമ്പോൾ മികച്ച സംഘാടനം എന്നുള്ള രീതിയിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംഘാടക എന്ന നിലയിൽ, തൃശ്ശൂർക്കാരി എന്നുള്ള നിലയിൽ മാമിന് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനൊരു കാരണം സാംസ്കാരിക തലസ്ഥാന നഗരം എന്ന നിലയിൽ തൃശ്ശൂരിന് നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട്. നമ്മുടെ നഗര കേന്ദ്രത്തിൽ തന്നെ സംഘാടന മികവുള്ള ഒട്ടേറെ പേർ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹെൽപ്പിനുണ്ട് എന്ന് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ ടോപ്പോഗ്രഫി, ആ നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ ഇതിന് വളരെ സഹായകരാണ്. 25 വേദികൾ അടുത്തടുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു നഗരമാണ് നമ്മുടെ തൃശ്ശൂർ. നഗരഹൃദയത്തിൽ തുറന്നു കിടക്കുന്ന തേക്കിൻകാട് മൈതാനം എത്ര വേണമെങ്കിലും അരങ്ങുകൾ തയ്യാറാക്കാൻ സഹായിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ട്. അതിൻ്റെ ആ തുറന്ന സ്പേസ്, ഹരിതാഭമായിട്ടുള്ള അന്തരീക്ഷം, അതൊക്കെ ഈ കൗമാര കലോത്സവത്തിന് ഏറ്റവും ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ ടൗൺ ഹാള്, സാഹിത്യ അക്കാദമി ഹാള്, റീജിയണൽ തിയേറ്റർ, ഇതൊക്കെ നിരന്നു നിൽക്കുന്ന ഒരു കൾച്ചറൽ കോറിഡോർ തന്നെ നമുക്ക് സ്വന്തമായുണ്ട്. മറ്റ് ഒരു പട്ടണത്തിലും ഇത്രയധികം ഹാളുകളുടെയും വെന്യൂസിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ തൃശ്ശൂർക്കാരനും അഭിമാനിക്കാം, സന്തോഷിക്കാം. കാരണം ആ കലോത്സവം ഒരു പൂരം പോലെ തന്നെ നെഞ്ചോട് ചേർക്കുകയാണ്. വലിയ വിജയമാണ്. ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ടീച്ചർ ഏറെ തിരക്കുകളുണ്ട്, പല വേദികളിലും പോകേണ്ടതുണ്ട്. അതിനിടയിലാണ് TCV സ്റ്റുഡിയോയിലേക്കും ടീച്ചർ കുറച്ചു നേരം പ്രേക്ഷകരുമായി സംസാരിക്കാനായി എത്തിയത്. TCV തത്സമയം സംപ്രേഷണമാണ്. ഭൂരിഭാഗം മികച്ച മത്സരം നടക്കുന്ന ഒരുവിധം വേദികളിൽ നിന്നൊക്കെ തത്സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വൈകുവോളം പോകുന്നുണ്ട്. മാത്രമല്ല മത്സരാർത്ഥികൾ ഇവിടെ എത്തുന്നുണ്ട് അവരുടെ വിശേഷങ്ങൾ പറയാൻ. അങ്ങനെ നമ്മൾ കലോത്സവം ശരിക്കും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറും കൂടെ ഈ ഒരു ആഘോഷത്തിന് ഭാഗമാവാനായിട്ട് സ്റ്റുഡിയോയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം.